വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കാരുണ്യ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ജില്ലാതല ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾ അംഗങ്ങളായ PRC സ്ഥാപനങ്ങളുടെ പുതിയ അധ്യയന വർഷത്തെ എതിരേൽക്കുന്നതിനായി ജില്ലാതല ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു. അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കെട്ടിടം, സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാവാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായ സഹകരണത്തോടു കൂടി നമ്മൾ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് നടക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുറേ വർഷങ്ങളായി നമ്മുടെ ഈ ബഡ് സ്കൂൾ തുടങ്ങിയിട്ട്. നമ്മൾ വന്നതിന് ശേഷം, ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം അതിന് രജിസ്ട്രേഷൻ കിട്ടി. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് അംഗീകൃതമായ ഒരു ബഡ് സ്കൂളായിട്ട് നമ്മൾ മാറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഓരോ അടിസ്ഥാന സൗകര്യങ്ങളും വളരെ കാഴ്ചപ്പാടോടു കൂടി, ദീർഘവീക്ഷണത്തോടു കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള അതിനൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു വർഷമാണ് ഇത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കെട്ടിടം പൂർത്തീകരിക്കും. അപ്പോൾ നമുക്ക് കുറേ കൂടി നല്ല സൗകര്യത്തോടു കൂടി അവിടേക്ക് മാറാം. ഈ കെട്ടിടവും നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അമ്മമാർ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. ആ അമ്മമാർക്കൊക്കെ തന്നെ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു. നമ്മൾ ഇതുവരെ സ്കൂളിലെ അംഗൻവാടിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഈ വർഷം മുതൽ ബഡ്സ് സ്കൂളിലും പ്രവേശനോത്സവമായി എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷത്തിന് മുന്നേ നമുക്ക് പുതിയൊരു കെട്ടിടവും അടുത്ത പ്രവേശനോത്സവം നമുക്ക് ആ പുതിയ കെട്ടിടത്തിനായിരിക്കണം നടത്തേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഉദ്ഘാടനം, ഓണം കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടതായിട്ട് വരും. എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK പ്രിയംവദ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ EK മനോജ്, ശിവൻ വീട്ടിക്കുന്ന, രമാദേവി, മാലതി തച്ചാറയ്ക്കൽ, സത്യഭാമ, കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷീനാജ, BRCയിലെ അധ്യാപിക മിനി ഫ്രാൻസിസ്, വികസന മാനേജ്മെന്റ് സമിതി അംഗം P. സുലൈമാൻ, ബഡ്സ് സ്റ്റാഫായ NR അനില തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് G. വർഗീസ്, ഹോമിയോ ഡോക്ടർ, യോഗ അധ്യാപിക ഫാൻസി, ബഡ്സ് സ്റ്റാഫ് അംഗങ്ങളായ PK വിജയകുമാരി, NK രാധ, ശാരദ, ബഡ്സ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. പ്രവേശനോത്സവ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും BRCയിലെ അധ്യാപികയും ചേർന്ന് BRCയിൽ ചേരുവാനെത്തിയ പുതിയ വിദ്യാർത്ഥിയെ പൂച്ചെണ്ടും ബലൂണും നൽകി സ്വാഗതം ചെയ്തു. CCV ന്യൂസ്, കൊണ്ടാഴി.